ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലെന്നും സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയല്ലേ കാണിക്കൽ. ഇന്ന് ഞാൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ ചുക്കയാണ്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നോമ്പ് തുറക്കും പെരുന്നാക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ റമദാൻ സീരീസ് തുടങ്ങിയോണ്ട് സ്നാക്കും ഇതെല്ലാം ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം. അതിന് മുന്നേ ഞാൻ സാധനങ്ങളെല്ലാം ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ രാവിലെ തന്നെ തൊട്ട് താഴെയുള്ള നെസ്റ്റോ പോയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഉള്ളിയും എല്ലാം തീർന്നിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചു. ഒരു 2.5 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ എനക്കായിട്ട് വെച്ചതിനോട്ടാണ്, ഒറ്റ തേങ്ങ അവിടെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ RKG മേടിക്കാൻ പോയി. ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് പശു നെയ്യ് RKG മേടിക്കും, അല്ലെങ്കിൽ ഞാൻ മിൽമേൻ്റെതാണ് മേടിക്കൽ കേട്ടോ. അതിന് പുറമെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അലറച്ചില്ലറ പർച്ചേസും ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പുട്ടുപൊടി വാങ്ങിയിട്ടുണ്ട്. മലബാർ ടേസ്റ്റിൻ്റെ പുട്ടുപൊടിയും സൂപ്പറാണ്. അത് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഷുഗർ അതും തീർന്നു പോയിട്ടുണ്ടേനും. അതും ഞാനൊരു 2 കിലോനാണ് മേടിക്കൽ. ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ തീരുമ്പം മേടിക്കലാണ്. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഇവിടെ കാണുന്നുണ്ട്. ഓറഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. സിട്രസ് എല്ലാം ഉണ്ട് കേട്ടോ. അധികം ഫ്രൂട്ട്സ് മേടിക്കണം എന്നില്ല. ഫ്രൂട്ട്സ് റൂമിലുണ്ട്. പിന്നെ റൂഹഫ്സ അത് മക്കൾക്ക് നിർബന്ധമാണ്. ഇപ്പം അധികം കൊടുക്കുകയില്ല. ഒരു റീലിൽ കണ്ട് അധികം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേങ്കിൽ പാകിസ്ഥാൻ്റെ റൂഹഫ്സയാണ് നല്ലതെന്ന് പറയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ബില്ലടിക്കുന്നുണ്ട്. മോളും പോന്നിട്ടുണ്ടേനും കൂടെ. തക്കാളിക്ക് നേരത്തെ 2.50 എന്നാണ് കണ്ടത്. ഇപ്പോൾ 6.50 തട്ടുണ്ട് കേട്ടോ. അതെല്ലാം വില കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആവോലി ബിരിയാണിയാണ്. ഇന്ന് എന്ന് പറഞ്ഞ ആ വീഡിയോ എടുത്ത ആ ഒരു ഇതാണ്. ഞാൻ മീൻ കിട്ടിയ പാടന്നെ കഴുകിയിട്ട് മസാലയെല്ലാം പെരുക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും കേട്ടോ. അതുകൊണ്ട് മസാല പെരക്കുന്നത് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് പാട്ട് എടുത്തിട്ടുണ്ടേനും. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഫിഷ് മസാലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. അത് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് അത്ര വേണമെന്നില്ല. അപ്പോൾ എല്ലാം കൂടി ഇത് മൂന്നും സൂപ്പർ ഒരു കോമ്പിനേഷനാണ്. മസാല അടിപൊളിയായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ മീനെല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് പെരക്കിയെടുക്കലാണ്. വല്ലാണ്ട് ലൂസായി പോകാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മസാല വേണ്ടത്. അപ്പം ആ ഒരു മസാല കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ഞാൻ ഉള്ളി പൊരിച്ചിട്ടാണ്, പകുതി ഉള്ളി പൊരിച്ചിട്ടും പകുതി വാട്ടിയിട്ടുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞ ബിരിയാണീൻ്റെ എല്ലാം റെസിപ്പിയിൽ കാണിച്ചിട്ടില്ല. ഈ ആവോലി അയക്കൂറേൻ്റെ അനീന എന്ന് പറയും. അയക്കൂറ പോലെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടല്ലോ 2 കിലോൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം മീൻ പൊരിയുന്ന ആ ടൈമും കൊണ്ട് ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ബിരിയാണിക്ക് ഞാൻ 8 ഉള്ളിയാണ് എടുക്കൽ. അപ്പോൾ 2.5 കിലോന് 24 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഫുൾ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. നമ്മൾ റൈസിനും എല്ലാം കൂടി എടുക്കുന്നതാണ്. ഞാൻ ഉള്ളിയെല്ലാം വളരെ നൈസായിട്ടാണ് ഈ ഒരു ഐക്കേൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഞാൻ എപ്പം അതുകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യൽ. ഈ ഉള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, പകുതിയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരേ സൈസിലുള്ളതല്ല, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇതിപ്പം ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതെല്ലാം കാണും. ഞാൻ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് അടുക്കളയിൽ കാര്യമാണ്. അങ്ങനെ തക്കാളി കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/2 കഷ്ണം തക്കാളി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ടില്ല. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലടിച്ചാൽ മതി, നമുക്ക് വെന്ത് കിട്ടും. ഞാൻ ഇങ്ങനെ എപ്പോൾ ചെയ്യലിട്ടാ, അല്ലെങ്കിൽ ഉള്ളിയൊന്നും വാട്ടിയെടുത്ത് കുറേ ടൈമാവും. ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ആവോലി ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറേ നേരമൊന്നും വെക്കണമെന്നില്ല, ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ കൂടി പോവണ്ട, തീ ഒരു മീഡിയം ഫ്ലെയിമിലായാൽ മതി. പിന്നെ മെയിനായിട്ട് ഈ ഒരു അയക്കൂറെല്ലാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെമ്മീനെല്ലാമോ അത്ര കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ഇളക്കി കൊടുക്കുകയെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി മുരിഞ്ഞുകൊണ്ട് ഞാനത് കോരി മാറ്റുന്നുണ്ട്. ഞാൻ കൂടുതലും ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഇടൽ, കാരണം നമുക്ക് എല്ലാവർക്കും ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. ഇതിനെല്ലാം പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബിരിയാണിക്കുള്ള അരി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു അരി വാങ്ങിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ വേവും കാര്യങ്ങളൊന്നും എനിക്ക് ഐഡിയ ഇല്ല. മാർക്ക് ആൻഡ് സേവ് എന്നാണ് മേടിച്ചിട്ടുള്ളത്. ഈ ഒരു അരി 5 കിലോനാണ് മേടിക്കുന്നത്. അപ്പോൾ 2.5 കിലോനേ എടുക്കുന്നുള്ളൂ. ഇത് ഞാനെല്ലാം മേടിച്ചിട്ടുള്ളത്, കസിനാണ് പോയിട്ട് മേടിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഞാൻ പൊരിക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഉള്ളി വല്ലാണ്ട് പൊരിഞ്ഞു പോകണ്ട, വല്ലാണ്ട് ബ്രൗൺ കളറായി പോവുകയും ചെയ്യണ്ട. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ദമ്മിനും കൂടി ഞാൻ ഉള്ളി ഈ ടൈമിൽ തന്നെ
പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അരി എടുക്കുന്നുണ്ട്. അരി 2.5 കിലോ, അതായത് 4 കപ്പ് അരി എന്ന് വെച്ചാൽ 1 കിലോനാണ്. അപ്പം 8 കപ്പ് എന്ന് വെച്ചാൽ 2 കിലോ. ആ 8 കപ്പ് ഈ ഒരു മകിൽ കൊണ്ടിട്ടുണ്ട്. ബാക്കി 2 കപ്പ് അതായത് 1/2 കിലോ ഈ ഒരു ചെറിയ മകിലും കൊണ്ടിട്ടുണ്ട്. നമ്മളിതിന് പാട്ടാന്ന് പറയാം. സ്റ്റീലിൻ്റെ മഗാണെങ്കിൽ സ്റ്റീലിൻ്റെ വാട്ട അങ്ങനെയാ പറയാ. ഇനി ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം കഴുകിയാൽ മതി. ഇനി ഇതാടെ വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ദമ്മിടുകയെല്ലാം ചെയ്യേണ്ടല്ലേ. ഇനി ഇതിലേക്ക് മീൻ പൊരിച്ച നെയ്യും അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളക് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് വാട്ടിയിട്ട് എരിവും എല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ നോമ്പിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല, പക്ഷേ ഒരു സുമാർ ഐഡിയയിൽ ചെയ്താൽ മതി. എനിക്ക് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടലുണ്ട്. അങ്ങനെ കൂടുതലും കുറയിലൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് 1 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. അത് വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വേവിച്ച ടൈമിൽ തന്നെ ഉള്ളിയിലും തക്കാളിയിലെല്ലാം വെള്ളമുണ്ട്. അതുകൊണ്ട് അധികമൊന്നും നെയ്യ് വേണ്ടയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1.5 ടീസ്പൂൺ ഫിഷ് മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനമാണ്. ആദ്യം തന്നെ വാട്ടുന്ന സമയത്ത് മീനിൻ്റെ ഒരു 2 പീസ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കലുണ്ട്. അത് തലേൻ്റെ ഭാഗമായിരിക്കും ഇട്ട് കൊടുക്കുക. അത് മീനിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് അത് ഞാൻ കോരി മാറ്റി വെക്കും. അത് ഒന്ന് ഞാൻ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇട്ട് കൊടുത്ത മീനിൻ്റെ പീസ് ഞാൻ കോരി മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ പൊരിച്ച മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ അതെടുത്ത് മാറ്റണം. പൊരിച്ച മീനിൽ നല്ലോണം മസാല ഉണ്ട്. അതുകൊണ്ടാണ് അധികം മസാലയൊന്നും ഇട്ട് കൊടുക്കാത്തത്. ഇനി ഞാൻ പൊരിച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ മീനുള്ളതുകൊണ്ട് തന്നെ ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ അടിയിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഇതിൽ മസാല നന്നായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മസാല വേണം. ഇവിടെ മലപ്പുറത്തും അങ്ങനെയല്ല, മസാല മിക്സ് ആയിട്ടാണ് തോന്നുന്നു ബിരിയാണിയിൽ വരിക. നമ്മൾ മസാല വേറെ ചോറ് വേറെ ആയിട്ട് ലാസ്റ്റ് ദമ്മിടുക ചെയ്യുക. അടിയിൽ മസാലയും മേലെ ചോറുമായിട്ടാണ് ഉണ്ടാവുക. അന്നേരം എല്ലാവർക്കും ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം മസാല കൂടുതൽ വേണം. ചെറിയ മക്കൾക്ക് മാത്രമേ അത് കുറഞ്ഞിട്ട് വേണ്ടുള്ളൂ. ഇനിയിട്ട് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു പുതിനേൻ്റെ എല്ലാം ഒരു മണം ഭയങ്കരമായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ടേനും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം ഫുള്ളായിട്ട് കരിയാത്ത ഉള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് കഴിഞ്ഞാൽ ഉള്ളി ആകെ അത്രയേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിതിൽ അങ്ങനെ നെയ്യൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇത് ഞാൻ ചെറുങ്ങനെ തീ കുറച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. നമ്മളെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറുണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ഈ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കേജും ഓയിലും മിക്സ് ആയിട്ടാണ് ചോറ് വെക്കൽ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും നിങ്ങൾക്ക് എടുക്കാം. അതും ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി, പെരിഞ്ചീരകം, ഏലക്കായ്, പട്ട, കറാമ്പ്, പിന്നെ നമുക്ക് ആ ഒരു ഇലയില്ലേ കറാമ്പിൻ്റെ ഇല, അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതെല്ലാം ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 4-5 ഏലക്കായ്, ഒരു 3-4 കറാമ്പ്, ഒരു 2 കഷ്ണം പട്ട, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിക്കും നെയ്ച്ചോറിനും എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. പക്ഷേ ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മഗ് ഫുള്ളായിട്ട് ഞാൻ 2 കിലോ അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഗ് കണക്കായിട്ട് 1.5 മഗ് വെള്ളം മറ്റേതിലും അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം അളക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ഒരു ജഗ്ഗോ അല്ലെങ്കിൽ കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് അളക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ അരിയൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ദമ്മിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചോറ് ലാസ്റ്റ് ആയി കിട്ടുമ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ചോറുണ്ടല്ലോ അധികം നേരമൊന്നും വെക്കേണ്ട വന്നിട്ടില്ല, വേഗം വെന്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് ഞാൻ എടുക്കുന്ന അതേ അരി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ മണി അരിയാണ് നമ്മൾ ഉപയോഗിക്കൽ, ജീരകശാല അരി. ഇത് മാത്രമല്ല കറക്റ്റ് ചെമ്പാണ് എടുത്തിട്ടുള്ളത്. 2.5 കിലോ കറക്റ്റ് വെക്കാൻ പറ്റിയത്. ഇനി ഇത് ഓഫാക്കിയിട്ട് കുറച്ച് നേരം വെച്ചാൽ തന്നെ അതിൻ്റെ വെള്ളം
വെള്ളം കുറച്ചൊരു പറ്റുന്ന പോലെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഓക്കെ ആയി കിട്ടും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റ് ദമ്മിടുന്ന ടൈമിന്. ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മല്ലിയില കുറച്ച് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഉള്ളി ബ്രൗൺ കളർ ആക്കിയതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു സാധനം നമ്മൾ ചോറ് ദമ്മിടുമ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ കളറാക്കി എടുക്കുന്നതാണ്. ഞാനിതിൽ ഫുഡ് കളറൊന്നും ഉപയോഗിക്കലേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണിത്. ചെറുനാരങ്ങ 3 എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ ചോറുണ്ടല്ലോ, അത് മാത്രമല്ല ചെറിയ ചെറുനാരങ്ങയാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നമുക്ക് നോക്കിയിട്ട് കളർ ഉണ്ടോ നോക്കിയിട്ട് അത് ഓക്കെ ആക്കിയാൽ മതി. ഇപ്പം ഞാനിത് കാണിച്ചു തരാം. ഇതുപോലെ കിട്ടും. കണ്ട ഈ ഒരു കളറായി കഴിഞ്ഞാൽ നിർത്തിയാൽ മതി. പിന്നെ ഇതിന് പകരം പാലും കളർ ഉപയോഗിക്കലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. അങ്ങനെ ആർക്കേജും കളറും ഈ ഒരു മിക്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ ഒരു തവ ഞാൻ അടിയിൽ വെക്കുന്നുണ്ട് ഗ്യാസിൻ്റെ. എന്നാൽ പിന്നെ അടി പിടിക്കൊന്നുമില്ല തീ കുറച്ച് വെച്ചാൽ തന്നെ. ഈ ഒരു മസാലൻ്റെ മുകളിൽ ഞാൻ 1/2 ടീസ്പൂൺ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് കുറച്ച് വലിയ പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കഴിയും. സ്പൂൺ കൊണ്ടെല്ലാം കുറേ ടൈമും. ഇതാണ് നമ്മളെ കണ്ണൂർ തലശ്ശേരി എല്ലാം കാണുന്ന ദമ്മിടൽ പരിപാടി. പിന്നെ വലിയ ചോറല്ലാണെങ്കിൽ ചെമ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റ് മൈദ വെച്ചിട്ടെല്ലാം ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എയർ പുറത്ത് പോവാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ദമ്മായിട്ട് കിട്ടണം. ഇതിൻ്റെ മുകളിൽ കളറും പിന്നെ നേരത്തെ കാണിച്ച ഉള്ളിൻ്റെ എല്ലാം മിക്സും ആർക്കേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കേജ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ദമ്മിടലാണ്. അതിൻ്റെ മുകളിൽ ചോറ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം. ഇതാണ് നമ്മളെ പെർഫെക്റ്റ് ദമ്മിടൽ. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യൽ. എനിക്ക് ബിരിയാണി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ നേരത്തെ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മീൻ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഞാൻ കുറേ ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ചിക്കന്, ചെമ്മീൻ, അതുപോലെ അയക്കൂറ, അതെല്ലാം കാണാത്തവരുണ്ടോന്ന് കണ്ടാൽ മതി കേട്ടോ. കറക്റ്റ് അളവും കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോ 4 മിനിറ്റോ മതി. തീ കുറച്ച് വെക്കണം കേട്ടോ. അപ്പം തന്നെ മൂടി എടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. ഇനി ബിരിയാണി പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ ചുക്ക ഉണ്ടാക്കലാണ്. ചിക്കൻ ചുക്കക്ക് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടി പോവണ്ട. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈര് പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊരിച്ച ഉള്ളിയാണ്. ഒരു 4 ഉള്ളി ബ്രൗൺ കളർ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിനെയും പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നും 1 ടീസ്പൂൺ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളകിൻ്റെ പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടും. നിങ്ങൾക്ക് നോക്കിയിട്ട് എരിവ് ഇട്ട് കൊടുക്കാം. അഥവാ കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ടൈപ്പ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഉള്ളി ബ്രൗൺ കളർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം, ഏലക്കായ്, പട്ട, കറാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇത്രയൊന്നും വേണ്ടയില്ല കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് മതി. ഇത്രയൊന്നും വേണ്ടയില്ല. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കുന്നതിൻ്റെ തൊട്ട് നെയ്യിൽ ഒഴിക്കണമെന്നേ ഇല്ല. അത് ഞാൻ ഇതിൽ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ചിക്കനിലെല്ലാം വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഇതൊരു മസാലയായിട്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് കുറച്ചേ ഓയിൽ വേണ്ടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സൂപ്പറാണ്. ടൈം എടുക്കും. തീ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിങ്ങനെ ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ആയി കിട്ടണം. വെന്ത് കിട്ടുമെന്ന് പറയൂലേ, അങ്ങനെ നമുക്ക് ചിക്കൻ ആയി കിട്ടണം. തീ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആക്കി കൊടുക്കണം. ഈ ഒരു ഐറ്റം കിടിലാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു മസാലയായിട്ട് നെയ്ച്ചോറിനെല്ലാം പ്ലെയിനായിട്ട് കഴിക്കാനും പറ്റും. ചോറിന് മാത്രമല്ല പൊറാട്ട, ചപ്പാത്തി, ദോശക്കെല്ലാം ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ. നിങ്ങളിപ്പം കാണുന്നതിൻ്റെ തൊട്ട് തന്നെ ഞാൻ തീ കുറച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നെയ്യ് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി മിക്സ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചിടാൻ ടൈമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് എരിവ് കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. ആ ഒരു ടൈം കൊണ്ട് ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊരു ഷേക്ക് പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഐസ്ക്രീമും കോൺഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും കട്ടപ്പാലും
അല്ലെങ്കിൽ മാങ്ങയും ലൂസ് പാലും പിന്നെ ഐസും കട്ടയും പഞ്ചസാര ഇട്ട് കൊടുത്ത് അടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ എല്ലാത്തിനും ചെയ്ത് കൊടുക്കും കേട്ടോ. നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തിട്ടും ഉറുമാമ്പായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുടിക്കുന്ന ടൈമിന്. അങ്ങനെ നമ്മൾ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനും സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇനി നമ്മളെ ചോറിൻ്റെ ദമ്മെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. മീൻ ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ ചോറ് നേരത്തെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ച അതേ ചെമ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണിയെല്ലാം ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇതിൽ ഓൾ സ്പൈസസും മല്ലിയിലയും പുതിനയെല്ലാം ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഈ ഒരു പ്രത്യേക ഒരു മണം തന്നെയാണ്. അത് മൊത്തത്തിൽ സ്മെല്ല് വരും കേട്ടോ. ഡോറ് തുറക്കുന്ന ടൈമിന് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ ബിരിയാണിയാണല്ലോ എന്ന് പറയും. ചോറ് കോരിയിട്ട് ലാസ്റ്റ് ഒരു പാർട്ട് ഉണ്ട്, ഒരു മസാല കാണുന്ന സമയത്ത് അതവിടെ നിർത്തണം. ലാസ്റ്റ് മസാലേൻ്റെ കൂടെ കുറച്ച് ചോറ് മിക്സ് ആക്കുകയും വേണം. ഇതുപോലെ കിട്ടണം. ഇങ്ങനെ ഫുള്ളായിട്ട് ചോറ് എടുക്കണ്ട. എന്നിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചോറും കുറച്ച് മസാലയായിട്ട് മിക്സ് ആയിട്ടാണ് പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കൽ. ഗസ്റ്റിൻ്റെ മുന്നിലെല്ലാം വെക്കുന്ന ടൈമിന് ചോറ് വേറെ മസാല വേറെ ആയിട്ട് വെക്കൂല. ഇതുപോലെ അടിയിൽ പ്ലേറ്റിൽ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കും. നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ് ബിരിയാണി മംഗലപ്പുരയെല്ലാം ചെറിയൊരു പ്ലേറ്റിലാക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ മസാല വേറെ ചോറ് വേറെ ആക്കിയിട്ട് വെക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ പാർട്ടായിട്ട് കുറേ ഐറ്റംസും ഉണ്ടാകും. ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, തേങ്ങാ ചമ്മന്തിയാണ്. ഇതിൻ്റെ വീഡിയോ എല്ലാം മുന്നേ ഞാൻ ബിരിയാണി വെച്ചതിലെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ തൈരുണ്ട്. ഈ ഒരു തൈരിൽ ക്യാരറ്റും കക്കിരിയും എല്ലാം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ടതും അതുപോലെ തന്നെ ചെറുങ്ങനെ അരിഞ്ഞിട്ട ഉള്ളിയും എല്ലാം ഇതിലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചോറും ഉണ്ട്. ഇനി മസാല സെപ്പറേറ്റ് ആയിട്ട് ബൗളിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വേണ്ടവർക്ക് മസാല എടുക്കുകയും ചെയ്യാം. എണീൻ്റെ സാധനങ്ങളെല്ലാം സെറ്റാക്കി ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ ചുക്ക ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു മസാലയായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു കറിയൊന്നും വെക്കണമെന്നില്ല. കാരണം ഹസ്ബൻഡ് മീൻ കഴിക്കൂല. അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. കുറച്ച് ബാക്കിയുണ്ട്. കാരണം ഇതിന്ന് കുറച്ചെടുത്താൽ തന്നെ മതി. നല്ലോണം ഒരു തിക്ക് ഗ്രേവി തന്നെ ഉണ്ട്. സോറി, ഗ്രേവി അല്ല, തിക്ക് മസാല. അങ്ങനെ നമ്മൾ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടുമാങ്ങ അച്ചാറും ഉണ്ട്. റമദാൻ സീരീസ് 1 മുതൽ ഇതുവരെ ഉള്ളത് റമദാൻ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ നോക്കിയാൽ മതി. ഇത് 18ാമത്തെ സീരീസാണ്. പെരുന്നാൾക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും റമദാനും പെരുന്നാക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.